ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആത്മഹത്യ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് മരിച്ചൊരു പാമ്പിന്റെ കഥ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കാ മുശ്രിക്കീങ്ങളെ താണ്ഡവം സഹിക്കവയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോയില്ലേ? ആ ഹിജ്റക്കിടയിൽ അവർ ഗുഹന്റെ ഉള്ളിൽ ഒളിക്കുന്നുണ്ട്. പേടിച്ചിട്ട്, മുശ്രിക്കീങ്ങളെ പേടിച്ചിട്ട്, അവര് കൊല്ലോ അത് എന്തെങ്കിലും ചെയ്യുമോന്ന് പേടിച്ചിട്ട്. ആ സമയത്ത് അന്ന് അവിടെ കുറെ ജീവികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നുണ്ട്. എട്ടുകാലി വലയൊരുക്കി, പ്രാവ് മുട്ടയിട്ട് ഇവിടെ ആരില്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ട് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഗുഹയിലെ എല്ലാ മാളങ്ങളും അടക്കുന്നുണ്ട്. അവസാനം ഒരു മാളം അടക്കാൻ ഒന്നും വരാതെ വന്നപ്പോൾ സ്വന്തം കാലുകൊണ്ട് ആ മാളം അടക്കുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ്. ആ സമയത്ത് ഒരു കണ്ണുനീര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ മുഖത്തേക്ക് ഒറ്റുന്നു. എന്താ സിദ്ദീഖ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ഉണർത്തണ്ടെന്ന് വിചാരിച്ച് നബിനോട് പറഞ്ഞില്ല. അവസാനം കണ്ണീരൊറ്റിയപ്പോ നബി ചോദിച്ചപ്പോ അങ്ങോട്ട് പറഞ്ഞുപോയി. പക്ഷെ ആ പാമ്പിനെ കുറിച്ച് പിന്നെ ആരും കേട്ടിട്ടുണ്ടാവില്ല, അതിന്റെ കഥ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പാമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മാളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഈ പാമ്പ് നേരത്തെ അറിയുന്നു. പാമ്പുകൾക്ക് ഒരു പ്രത്യേക ഗ്രഹണ ശക്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പാമ്പ് അറിഞ്ഞതിന് ശേഷം നബിനെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ പാമ്പ് ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗുഹയിലേക്ക് കേറിയപ്പോ തന്നെ എല്ലാ മാളങ്ങളും അടക്കപ്പെടുകയാണ്. ഈ മാളത്തിന്റെ ഉള്ളിലേക്കൊക്കെ ഫുള്ള് ഇരുട്ട് വരികയാണ്. പല മാളത്തിലും തലട്ട് നോക്കി, എത്രയായിട്ട് നബിനെ കാണാൻ കഴിയുന്നില്ല. അവസാനം ഒരു മാളത്തിൽ ഒരു കാല് കണ്ടു. എങ്ങനെങ്കിലും ഒന്ന് നബിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ ആ പാമ്പ് കൊത്തിയത്. അതിന്റെ പേരിൽ ഖേദിച്ചിട്ട് പിന്നെ ആ പാമ്പ് പോയി മരിക്കുകയാണ്. റസൂലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. എല്ലാ ജീവികൾക്കും റസൂലിനോട് എന്ത് സ്നേഹമല്ലേ. അതുകൊണ്ട് ഈ റമളാനിൽ നമ്മളെല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കുക. നമുക്കൊന്നും നബിനെ കാണാൻ പറ്റിയില്ല, സലാത്ത് ചൊല്ലിയിട്ടായിക്കട്ടെ നമ്മളുടെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.